ന്യായവിധിയിലേക്ക് വീണ്ടും സ്വാഗതം. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ എം അൻവറാണ് നമ്മോടൊപ്പം മോട്ടോർ വാഹന വകുപ്പിലുള്ള പല പല നിയമങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനമായ മറ്റൊരു വിഷയമാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നാം എപ്പോഴും പത്രത്തിൽ കാണാറുള്ള ഒരു വാക്കാണ് ഹെൽമറ്റ് വേട്ട. അതിനെക്കുറിച്ച് ഇന്ന് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. നമസ്കാരം സാർ, നമ്മൾ വലിയൊരു വിഷയവുമായാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം നമ്മുടെ പത്രങ്ങളിലൊക്കെ എപ്പോഴും കാണാറുള്ളതാണ്, നിങ്ങളല്ലെങ്കിലും പോലീസുകാർ ഈ ഹെൽമറ്റ് ധരിക്കാത്തവരെയും കാർ ഓടിക്കുമ്പോൾ ബെൽറ്റ് ഇടാത്തവരെയൊക്കെ നിങ്ങൾ വേട്ടയാടുന്നു, ഫൈൻ ചെയ്യുന്നു. നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്, ഹെൽമറ്റ് ധരിക്കേണ്ടത് ആവശ്യമാണ്, ബെൽറ്റ് ഇടേണ്ട കാര്യമാണ്. പക്ഷെ അതിനകത്ത് ചില അപാകതകളില്ലേ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു ഉദാഹരണം, തിരുവനന്തപുരം സിറ്റിയിലായിരുന്നാലും എറണാകുളമായിരുന്നാലും കോഴിക്കോടായിരുന്നാലും ഒരു സിറ്റിയുടെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്ത് ഇന്ന് എത്തിച്ചേരണമെങ്കിൽ വളരെയധികം മണിക്കൂറുകൾ കടന്നാൽ മാത്രമേ ഒരു 4-5 കിലോമീറ്റർ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് ധാരാളം ട്രാഫിക് പോയിന്റുകളുണ്ട്, ശാസ്ത്രീയമായ ട്രാഫിക് പോയിന്റുകൾ. ഇതെല്ലാം കടന്നു ചെല്ലുമ്പോൾ ഒരു സമയം തന്നെ നമുക്ക് എടുത്തു എന്ന് വരും. അപ്പോൾ ആ സമയത്ത് സിറ്റിയിൽ സഞ്ചരിക്കുന്നതിന് ഈ ഹെൽമറ്റിൻ്റെ ആവശ്യം വേണം. പ്രായോഗികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പരാതിയുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഹെൽമറ്റ് ധരിക്കുന്നത്. സിറ്റിയിൽ ഈ ചൂടും പൊടിയും ഒക്കെ ഉള്ള സമയത്ത്, വളരെ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ട്രാഫിക്കിൽ ഒരുപാട് നേരം നിൽക്കുമ്പോൾ ഹെൽമറ്റ് വയ്ക്കുക എന്നുള്ളത് വളരെ കഠിനകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പക്ഷേ അതെ, പക്ഷേ ഇത് നമുക്ക് സിറ്റിയിലേക്ക് ഒരു നിയമം അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിൽ വേറൊരു നിയമം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മോട്ടോർ വാഹന നിയമത്തെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഇതിനകത്ത് സിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റ് ധരിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അതിനകത്ത് സിറ്റിയാണ് അല്ലാതെ പിന്നെ റൂറൽ ഏരിയ ആണ് എന്നുള്ള രീതിയിലുള്ളൊരു വ്യത്യാസം ഇതുവരെ നമുക്ക് അങ്ങനെ നടപടി എടുക്കാതിരിക്കാനോ ഉള്ള ഒരു നിർദ്ദേശം ഇല്ല. ഇനി ഭാവിയിൽ സാറിൻ്റെ ഒരു സജഷൻ നമുക്ക് ഇതിനകത്ത് വരികയും നമ്മളിപ്പോൾ 35 കിലോമീറ്ററിന് താഴെ പോകുന്ന ഒരു ഏരിയയിൽ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മിക്കവാറും നമ്മുടെ സിറ്റി മുഴുവനും കൺജസ്റ്റഡ് ആണ്. അപ്പം അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. പല അസുഖങ്ങളൊക്കെ ഉള്ള ആളായിരിക്കും നിങ്ങളെയൊക്കെ പേടിച്ച് തലയ്ക്കകത്തൊരു ചട്ടിയൊക്കെ കൊണ്ടുപോകുന്നത് വണ്ടി ഓടിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അത് ഫാഷന് വേണ്ടിയില്ല പറയുന്നത്, കാരണം ഇപ്പോൾ ഈ തലവേദന എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ അത് ഇനി താങ്കൾ പങ്കെടുക്കുന്ന ഉന്നതതല മീറ്റിങ്ങുകളിൽ ഈ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായും ഇങ്ങനൊരു സജഷൻ നമുക്ക് കിട്ടിയത് നമുക്ക് അവിടെ പറയാൻ പറ്റും. സാറിൻ്റെ സജഷൻ ഏതെങ്കിലും ഒരു അമെൻമെൻ്റ് ആയിട്ട് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ നിയമത്തിൻ്റെ ഒരു കെട്ടുപാടിൽ നിന്ന് കുറച്ച് വിമുക്തി കിട്ടുമെന്നുള്ള കാരണം. ഹെൽമറ്റ് ഉപയോഗിക്കുക എന്നുള്ള ചില ഏരിയയിൽ വളരെ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹെൽമറ്റ് ധരിക്കുന്നത് കൊണ്ടുള്ള മെറിറ്റ് ധാരാളം വായിക്കുകയും ഒരുപാട് നമ്മൾ കണക്കെടുപ്പുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 2 വീലേഴ്സ് അപകടത്തിൽ പെടുന്ന സമയത്ത് ഹെഡ് ഇഞ്ചുറി കാരണമാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഫാറ്റൽ ആക്സിഡൻസ് വരുന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ തെറിച്ച് വീണിട്ട്, അതെ, ഹെൽമെറ്റ് തകർന്നും പിന്നെ വണ്ടി അതിൻ്റെ പുറത്ത് കയറിയൊക്കെ ഉള്ള സംഭവങ്ങൾ വളരെ തുച്ഛമായിട്ടുണ്ടായിട്ടുണ്ട്. അതിന് ചില സംഭവങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുന്നുണ്ട് പലരും. എങ്കിലും ഇത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നവർക്ക് ഫാറ്റൽ ആക്സിഡൻറ്റിൽ നിന്നുള്ള വിമുക്തി ഉണ്ട്. അതിനകത്ത് നിന്ന് ഒരുപാട് റിലീഫ് അവർക്ക് കിട്ടുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും പരിക്കുകളോ കയ്യിലോ ഒക്കെ ഉള്ള ഒരു ഇതായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. അത് ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. എന്നാൽ ഇപ്പോൾ അത് പറയുന്നത് ആക്സിഡന്റ് പ്ലാൻഡ് ആണ് എന്നുള്ള രീതിയിലാണ്. കാരണം ഇയാളുടെ കൺട്രോൾ ഇയാൾ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നതോടുകൂടെയാണ് ഈ ആക്സിഡന്റ് ജനിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയാണ് ശ്രദ്ധ മരിക്കുന്നത് അവിടെ ആക്സിഡന്റ് ജനിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്
എങ്ങനെയാണ് നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ എവിടെയാണ് ഇത് ഇരിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ഹെൽമെറ്റ് ധരിക്കാൻ തന്നെയാണ് ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. കഴിയുന്നതും 2 വീലറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിച്ച് തന്നെ വേണം. നമുക്ക് തല മാത്രം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽമെറ്റ്, അതുപോലെ ഇത് മുഖം മുഴുവനും ഇങ്ങനെ മൂടിക്കൊണ്ടുള്ള ഒരു ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ഇപ്പോൾ പിടിച്ചു പറയാൻ കിടക്കുന്ന സംഭവമാണ്. ആര് എന്ത് ചെയ്യുന്നു, അവരാരാണെന്ന് പോലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി താങ്കൾ അടുത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ ബെൽറ്റ് ധരിക്കുന്ന കാര്യം പറഞ്ഞ കാറിൽ അത് വളരെ നിർബന്ധമാണ്. അതും ഇതേപോലെ തന്നെയാണ്. സിറ്റിക്കകത്ത് ഈ ബെൽറ്റ് ധരിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, ഡ്രൈവർ ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ഫൈൻ നിങ്ങൾ ഈടാക്കുന്നു. എന്നാൽ അയാളുടെ ജീവനേക്കാൾ വളരെയധികം വിലയേറിയ ഒരു ജീവനായിരിക്കും അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ, ചിലപ്പോൾ അടുത്തിരിക്കുന്ന പാസഞ്ചർ, ചിലപ്പോൾ ഓണറായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുടമയായിരിക്കാം, ആര് വേണമാകാം. അപ്പോൾ അവരുടെ ലൈഫിന് കെയറില്ല. അപ്പോൾ അവർ ഹെൽമെറ്റ് ധരിക്കുന്നില്ലെങ്കിൽ നിങ്ങളതൊരു പണിഷ്മെൻ്റ് ഒന്നും കാണുന്നില്ല, അത് നിങ്ങൾ വെറുതെ വിടുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം തന്നെ ബാക്ക് സീറ്റിലും ഹെൽമെറ്റുകൾ, സീറ്റ് ബെൽറ്റിൻ്റെ പ്രൊവിഷനുണ്ട്. ഇത് ആരും തന്നെ ഒരു ലോങ് ടൂർ പോകുമ്പോഴും അല്ലെങ്കിൽ ഹൈവേ പോകുമ്പോഴും ആരും തന്നെ ഡ്രൈവർ ഒഴിച്ച് ബാക്കിയുള്ളവരാരും തന്നെ ധരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് പറയുവാനുള്ളത്? ഇതിനകത്ത് 1993 ശേഷം ഉണ്ടായിരിക്കുന്ന വാഹനങ്ങളിലെല്ലാം തന്നെ ഈ സീറ്റ് ബെൽറ്റ് മാനുഫാക്ചർ തന്നെ അത് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലെല്ലാം ഇതുണ്ട്. അന്ന് മുതൽ ഇത് നടപ്പിലാക്കിയ സംഗതിയാണ്. ഈ 93 ശേഷം വന്നിരിക്കുന്ന ഈ സെൻട്രൽ റൂൾ 125 ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡ്രൈവർ അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന മറ്റ് പാസഞ്ചറും ഇത് ധരിച്ചിരിക്കണമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ ചെക്കിങ്ങിനിടയിലൊക്കെ ഇപ്പോൾ ഈ ഡ്രൈവറുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇതാണ്. ആദ്യം ഡ്രൈവർ, പിന്നെ അടുത്ത് ഇപ്പുറത്തിരിക്കുന്ന ആളെ പിടിക്കാം എന്നുള്ള രീതിയിലായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും നമ്മുടെ ഒരു കൗൺസിലിംഗ് വഴിയിൽ ചെക്കിങ് നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ സീറ്റ് ബെൽറ്റ് ഇടതുവശത്തിരിക്കുന്ന ആളും തന്നെ ഇട്ടിരിക്കണം എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. മറ്റേത് നമ്മൾ ഫൈൻ ചെയ്യാനും കമ്പൗണ്ട് ചെയ്യാനും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇടതുവശത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ മാക്സിമം ആളുകളും ഇപ്പോൾ അത് എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 70% ആളുകളും ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതെ, അതൊരു ശീലമാണ്. കാരണം ഇതൊരു ഹാബിച്വൽ ആക്ഷൻ ആവണം എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മൾ സിറ്റിയിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ സിറ്റിയിൽ മാത്രം നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഷോർട്ട് ട്രിപ്പുകൾ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതുള്ളൂ, എനിക്ക് അപ്പുറം വരെ പോകാനുള്ളൂ എന്നല്ല. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇത് വലിച്ച് വിലയിട്ട് നമ്മൾ കംഫർട്ടായിട്ട് ഇരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ഇത് ഇടാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഒരു അസൗകര്യമായിരിക്കും. അങ്ങനെ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇടതുവശത്തിരിക്കുന്ന ആളും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപകടത്തിൻ്റെ തോത് വളരെ ഗണ്യമായ രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. പല അപകടങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഒരു പോറൽ പോലും മരണം കുറവായിട്ടുണ്ട്. മാത്രമല്ല ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന, ആക്സിഡന്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൽ നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ മുഖം ഇതൊക്കെ നമ്മുടെ മുന്നോട്ട് ആഞ്ഞു പോയിട്ട് ഈ സ്റ്റിയറിംഗ് വീലിലും കണ്ണാടിയിലും ഒക്കെ ഇടിച്ചിട്ട് ഹെഡ് ഇഞ്ചറി, ചെസ്റ്റിൽ ഇടി കിട്ടുന്നതോടുകൂടി നമ്മൾ ശ്വാസം മുട്ടിട്ട് ഹാർട്ട് പിന്നെ ബീറ്റ് നിന്ന് പോകുക, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ പ്രക്രിയയൊക്കെ നിന്ന് പോവുക. നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തൂടെ വരുന്ന ക്രോസ് ബെൽറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ കാലും മറ്റ് ശരീരഭാഗവും മുന്നോട്ട് പോയിട്ട് ഫ്രണ്ടിൽ ഇടിച്ച് തകർന്നു പോയി, മുട്ട് തകർന്നു പോയി, അങ്ങനെ ഇത് പോകുന്ന കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുന്ന കേസുകളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഗണ്യമായ അത് പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഹെൽമെറ്റും ഈ ബെൽറ്റും ധാരാളം ആക്സിഡന്റ്സ് കുറയുന്നുണ്ട്. അഥവാ ആക്സിഡന്റ് കുറയുന്നതിനേക്കാൾ ഉപരി ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് അതിന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഫാറ്റാലിറ്റി അവർ ഇതിനകത്ത് നിന്ന് തിരിച്ചു വരുന്നതിന്റെ ഒരു ഇത് കാലദൈർഘ്യം ഇതൊക്കെ കുറയുന്നു. മറ്റേ കൂടുതൽ ഇപ്പോൾ കോമ സ്റ്റേജിലേക്ക് വരിക, ബോധമില്ലാതെ കുറേ കാലം ജീവിക്കുക, അങ്ങനെ
ജീവച്ഛവങ്ങളായിട്ട് ജീവിക്കുന്ന പല ആക്സിഡന്റ് കേസസിലും ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവായി ഇപ്പം അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഈ ട്രാഫിക് പോയിന്റുകൾ ഉണ്ടല്ലോ, ആ ട്രാഫിക് പോയിന്റുകൾ ഒന്നും തന്നെ ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു വാഹനം നിർത്തിക്കഴിഞ്ഞിരുന്നാൽ ആ വാഹനം നിർത്തേണ്ട ഒരു പോയിന്റും ആ ട്രാഫിക് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരെയുണ്ട്. ഓരോ ലൈറ്റ് കത്തുമ്പോൾ ആ വാഹനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പാലിക്കാതെ വെറും 2 ലൈറ്റുകൾ മാത്രം, ചുവപ്പും പച്ചയും മാത്രമുള്ള ഒരു ട്രാഫിക് പോയിന്റുകളാണ് നമ്മുടെ പല സ്ഥലത്തും കാണാറുള്ളത്. അപ്പോൾ അതും നമ്മുടെ ആക്സിഡൻസിനൊക്കെ കുറച്ച് ആക്കം കൂട്ടുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഈ ട്രാഫിക് സിഗ്നൽസ് പലതും അശാസ്ത്രീയമാണെന്ന് കൂടെ പറഞ്ഞോട്ടെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ട്രാഫിക് അത് എങ്ങോട്ട് തിരിഞ്ഞു പോകണം, അതിനകത്ത് എത്രമാത്രം ട്രാഫിക്, എത്ര ക്രൗഡുണ്ട് എന്നൊക്കെ തീരുമാനിച്ച് വേണം ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് വെക്കും, ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ചിലയിടത്തെന്ന് പറയും, നമ്മൾ ചിലപ്പോൾ ഒരു ഏരിയയിൽ വന്നിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് മറ്റേത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് കുറേ അധികം സമയം നിൽക്കുന്നു. ഇത് വീണ്ടും ഈ റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും ഇത്രയും സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ ഈ മഞ്ഞ ലൈറ്റ് കിടക്കുമ്പോഴത്തേക്കും ഓവർ സ്പീഡ് എടുത്ത് പോകുന്ന ഒരു അവസ്ഥ വരുന്നത്. ഈ കോഷണറി സിഗ്നലാണ് ഈ മഞ്ഞ ലൈറ്റ് വരുന്നത്. മഞ്ഞ ലൈറ്റ് വരുന്നത് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ ഇടയ്ക്കൊരു രസകരമായ സംഭവം വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഈ മഞ്ഞ ലൈറ്റ് വരുമ്പോഴത്തേക്ക് ആക്സിലേറ്റർ കൊടുക്കാനുള്ളതാണ് എന്നുള്ളതായിട്ട് കുട്ടികൾ തയ്യാറാവുന്നത്. മഞ്ഞ ലൈറ്റ് വരുമ്പോഴത്തേക്ക് മറ്റേ സ്ഥലം അങ്ങ് റെഡ് വരുന്നതിന് മുമ്പ് പാസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളത് കോഷണറി ആയിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിലെ സീബ്രോ ലൈൻ ക്രോസ് ചെയ്യാത്ത മുമ്പിലായിരിക്കണം. കാരണം അടുത്ത് വരുന്ന ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയന്റെ ഒരു സിഗ്നൽ ഗ്രീൻ വരുമ്പോഴത്തേക്കും അയാൾക്ക് സ്മൂത്തായിട്ട് നടന്നു പോകാനുള്ള സംവിധാനം കൂടെ ഉണ്ടായിരിക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ സിഗ്സാഗ് ആയിട്ട് വെക്കുമ്പോഴത്തേക്കും ഇവർക്ക് പോകാനും പറ്റത്തില്ല, വീണ്ടും അവരും കൺഫ്യൂസ്ഡ് ആയി. അങ്ങനെയുള്ള പല ഇതും ഇതിനകത്ത് അശാസ്ത്രീയത ഉണ്ട്. അതിൻ്റെ അശാസ്ത്രീയത മാറ്റിക്കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നൽസ് നന്നായിരിക്കും. ഈ നമ്മുടെയൊക്കെ ട്രാഫിക് സിഗ്നൽസ് ആണ് ഇങ്ങനെ കുഴപ്പങ്ങളുള്ളതെന്ന് തോന്നുന്നു. പല രാജ്യങ്ങളിലും പോലീസ് മാൻ ചെയ്യുന്നില്ല അത്. ഇവിടെ ഇപ്പം നമുക്ക് അതെ പോലീസ് കൂടുതലും ഉണ്ടായിട്ടും ട്രാഫിക് ഒഫൻസ് കൂടുതൽ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ട്രാഫിക് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഒബേ ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ശാസ്ത്രീയതയും അതിൻ്റെ പഠിത്തവും. കാരണം ചില ക്യാമറയൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തിട്ട് തുറന്നു വിടുന്ന സംവിധാനങ്ങളുണ്ട്. ക്രൗഡ് വരുമ്പോഴത്തേക്ക് അത് സെൻസ് ചെയ്തിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ മോട്ടോർ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതാണോ? കാരണം ഓവർ സ്പീഡൊക്കെ പോകുമ്പോൾ പിടിക്കാൻ വേണ്ടി ക്യാമറ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അതെ ഓട്ടോമേഷൻ എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിന്റെ ക്യാമറകൾ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഒഫൻസുകൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചില ഒഫൻസുകൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പം ഈ ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ്. രാത്രിയിൽ ഓടിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഈ ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരിക്കുന്നത്. ഓപ്പോസിറ്റ് വരുന്നവന് അങ്ങോട്ട് അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡ് നമ്മുടെ വിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ വിഷൻ. പണ്ട് ഈ ലൈറ്റിൽ നടുക്കൊരു കറുത്ത പൊട്ടൊക്കെ ഇടണമെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് മാറ്റാൻ കാരണം? അത് പിന്നെ അതിന്റെ ഫോക്കസും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പൊ അതിന്റെ കാര്യമില്ല. ഇപ്പോഴത്തെ ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലൂമിനസ് ഇന്റൻസിറ്റി കുറച്ചിട്ടുള്ള ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ബുൾസ് ഐ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരും ഡിമ്മാക്കുന്നില്ല. നമ്മുടെ ഈ ചില ഹൈവേയിലൊക്കെ അതാണ് ഈ ഓട്ടോമേഷൻ ചെക്കിംഗ് വഴി നമുക്ക് ഡിമ്മാക്കാത്ത ഒഫൻഡറെ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഡിമ്മാകാതെ പോകുന്ന ഒരു നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഇത് വരുന്നത്. നമ്മൾ ചിലപ്പോൾ വാഹനത്തിലായിരിക്കും, അവനെ പോയി പിടിക്കാൻ പിന്നെ നമുക്കൊരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ ഇവന്റെ നമ്പർ ഉൾപ്പെടെയുള്ള സംഗതികൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു മെമ്മോ അയച്ചു കൊടുത്ത് അയാളെ വിളിച്ചു വരുത്തി ഇതിന്റെ ഫൈനോട് അപ്പിച്ചൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ദയവായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, രാത്രിയിൽ ഓടിക്കുന്ന ആളുകൾ അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ആളുകളൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ വഴി ഒന്ന് തുറന്നു കിട്ടും. നമ്മുടെ കാഴ്ച എത്തുന്നിടത്ത് നമ്മുടെ ഡ്രൈവിംഗ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അപകടങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കാരണം അപ്പുറത്തുള്ള ഗട്ടറാണോ കുഴിയാണോ അല്ലെങ്കിൽ ഒരു പിന്നെ കൾവർട്ടാണോ ഒന്നും അറിയാതെയാണ് ഈ ആൾ വണ്ടി ഓടിച്ച് അങ്ങോട്ട് കയറ്റുന്നത്. ആ സ്പീഡിൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒന്ന് ഡിപ്പ് ചെയ്യുന്നത് ഏറ്റവും വളരെ അത്യാവശ്യമുള്ളതാണ്. പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളൊരു സംഗതി കൂടെയാണ്. ഈ ഓട്ടോമേഷൻ ചെക്കിംഗ് വരുമ്പോഴത്തേക്ക് അതിന് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വാഹന വകുപ്പ് ഇരിക്കുന്നത്. സർ, ഇപ്പോൾ
ഒരു വാഹനം, 2 വാഹനങ്ങൾ തമ്മിൽ ആക്സിഡൻ്റായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ട്രാഫിക് ആൾ വരുന്നു, സംസാരിക്കുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് പൊതുജനങ്ങൾ അത് സോൾവ് ചെയ്യേണ്ടത്? അത് ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷൻ അറിയിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് അവിടെ ചെയ്യുവാനുള്ളത്? ഇതിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലാണെങ്കിൽ ഇവരെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം. പൊട്ടലുകളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂർ ഈ ഒക്കറൻസ് നടന്ന പോലീസ് സ്റ്റേഷൻ, അതെ, ആ ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയല്ല, പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് റിപ്പോർട്ട് ചെയ്യുക. പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കേസ് ഒറിജിനലാവും. അതായത് ക്ലെയിം നമ്പർ അവിടെ ഇതാവും. പിന്നെ അതിനുശേഷം ഈ വണ്ടികൾ അവിടെ കൊണ്ടുവരപ്പെടുകയും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റോൾ അവിടെ വരുന്നത്. അവിടെ ചെന്നിട്ട് ഈ വാഹനം പരിശോധിച്ചിട്ട് ഈ വാഹനം ഏത് കാരണം കൊണ്ടാണ് ഈ അപകടത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ അപകട കാരണത്തിന് ശേഷം ആ അപകടത്തിന് കാരണം എന്താണ്, എന്തെങ്കിലും മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണ് എന്നുള്ളതാണെന്ന് നമ്മൾ നോക്കി പറയാം. പിന്നെ ഇത് കാരണം ഉണ്ടായ ഡാമേജസ് എന്താണെന്നും നമ്മൾ അതിനകത്ത് റിപ്പോർട്ടിനകത്ത് പറയുന്നതാണ് ആക്സിഡൻറ്റിൻ്റെ ഇൻസ്പെക്ഷനിൽ നമുക്ക് വരുന്ന റോൾ. നമുക്ക് പൊതുജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അവരിതെല്ലാം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ അപകടങ്ങൾ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. നിയമങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു രാഷ്ട്രം നമുക്ക് കെട്ടി വാർക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയും എപ്പിസോഡുകളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ എം അൻവറാണ്. ഇത്രയും നാം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൂടി നാം ചോദിക്കും, നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. നല്ലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ തന്നെ മിസ്റ്റർ അൻവറച്ചൻ ചോദിക്കുമ്പോൾ തന്നെ നല്ലൊരു മനുഷ്യനാണ് എന്നാണ് പൊതുവെ ഒരു പൊതുജന അഭിപ്രായമുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ എപ്പിസോഡിലെല്ലാം കൂടി നമ്മോട് സംസാരിച്ചത്. നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. സാറിൻ്റെ വൈഫിന് ജോലിയുണ്ടോ? എന്ത് ചെയ്യുന്നു? എൻ്റെ വൈഫ് ഹൗസ് വൈഫാണ്. എത്ര കുട്ടികളാണുള്ളത്? എനിക്ക് 3 ആൺകുട്ടികളാണുള്ളത്, 3 ബോയ്സ്. സ്വന്തം സ്ഥലം ഇവിടെയാണോ? സ്വന്തം സ്ഥലം എൻ്റെ കുടുംബ വീട് പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിറ്റിയിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എവിടെയൊക്കെ ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ തിരുവനന്തപുരം ജില്ലയിലും വയനാട്, കാസർഗോഡ്, പാലക്കാട്, ആറ്റിങ്ങൽ, അങ്ങനെ എൻ്റെ സർവീസിൻ്റെ കാലഘട്ടമൊക്കെ അങ്ങനെ. എന്തായിരുന്നാലും താങ്കൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് തൃപ്തനാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, സർവീസ് മോട്ടീവായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഈ നല്ലൊരു മനസ്സിനെ നമുക്ക് ഓർക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൻവർ സാറിനെ കണ്ട് എന്ത് സംശയങ്ങളും ചോദിക്കുവാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇത്രയും എപ്പിസോഡുകളിൽ അദ്ദേഹം നമ്മോട് സംസാരിച്ചു. അദ്ദേഹത്തിന് നിങ്ങളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.